മോളെ നീ ഇങ്ങനെ കരയാതെ, കരഞ്ഞു വല്ല അസുഖം വരുത്തി വയ്ക്കും. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാന്നേ. അമ്മ അവരെന്റെ മുന്നേ ഒന്ന് നിൽക്കുന്നുണ്ട്, അവളെ കൊണ്ട് ഇറങ്ങി പോകാൻ പറയാമേ, എനിക്ക് കാണണ്ട അവന്. കരയല്ലേ എനിക്കിനി ആരുമില്ലല്ലോ. ഇതാണല്ലേ കാര്യം. ഞാൻ വേറെന്താ ആലോചിച്ചു. ചെറിയ കാര്യമാണോ? നിങ്ങൾ എന്തെങ്കിലും കല്ലുപോലെ നിൽക്കുന്നേ കണ്ടില്ല? അവളെ കൊണ്ട് വന്ന് നിൽക്കുന്നത് ഇപ്പ് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്റെ ദേവി, എന്ത് വിധിയ എന്നെ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നേ? എടി മോളെ നീ ഒന്ന് സഹിക്ക്. എല്ലാ വേദനയും നെഞ്ചിലൊതുക്കി അവൻ നിൽക്കണം കണ്ടില്ലേ? അച്ഛനെ കൊന്നാടാ, നിനക്ക് സമാധാനായല്ലോ? അങ്കിള്, അയ്യോ അങ്കിള് പോയെന്ന് തോന്നുന്നു. ഞാൻ വന്ന് കേറിയതല്ലേ ഉള്ളൂ. അങ്കിളിനെ നേരെ ചൊവ്വയൊന്നും കാണാൻ പോലും പറ്റിയില്ല. അമ്മ അമ്മേനെ ഞാൻ പിടിച്ചോട്ടെ? പിടിക്കടാ. ബാലു, അമ്മൂമ്മേ, ആതിര ഇടി ആരതി. ആരതി ഞാൻ അകത്തേക്ക് കയറ്റോ? വലിയൊരു പെൺകുട്ടി നമ്മുടെ വീടിന് മുമ്പ് വന്ന് നിക്കല്ലേ? പിടിച്ചോ. യവനെ ഞാൻ പണ്ടേ ഒഴിഞ്ഞു കളഞ്ഞാണ്. രണ്ടും കൂടെ ഇതിന്റെ അകത്ത് കയറിയുണ്ടല്ല, ഞാൻ കാണ്ട മുട്ടിലെ തല ഓടിക്കും. എന്തിനാ ഇത്ര ചെറുപ്പത്തിലെ കുളിക്കരുത് തല വെച്ചത്? ചെറുപ്പത്തിലെ എടുത്ത് വെച്ചത് കണ്ടിക്കണോ? പേടിക്കണ്ട, മോളെ സാരയില്ല. അമ്മൂമ്മയല്ലേ വിളിക്കുന്നത്? വാ. കേട്ടില്ല, കേറ് പൊക്കോ. മക്കള് വാ, പേടിക്കണ്ട. പേടിക്കണ്ടാ. നാട്ടുകാരെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ഇത്ര ചെറുപ്പത്തില് എന്നെ പോലെ അവസ്ഥ അവനും പറ്റിയുള്ള ഭഗവാനെ, എന്നെ പോലെ പറ്റിയുള്ളവന്. വാ മോളെ, ചിരിച്ചോണ്ട് വാ. അമ്മൂമ്മയല്ലേ വിളിക്കുന്നേ? ഒരുമ്പട്ടവളെ, എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞിനെ നീ എന്തോട് തടി മയക്കും എടുത്തത്? ഇങ്ങോട്ട് നീ നിൽക്കടി. ഇത് ഏതാ കുടുംബം നിനക്കറിയോ? ഞാൻ ആരാണെന്ന് നിനക്കറിയോ? എന്താണ് മോങ്ങുന്നത്? മോങ്ങുന്ന എന്താണെന്ന്? അമ്മൂമ്മ, അവള് കരയുന്നതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ലാട്ടാ. നീ എന്താ ചെയ്യും? ഞാനും കരയും. എന്നാ കരഞ്ഞോ. എടാ ആണും പെണ്ണും കെട്ടവനെ, നിനക്ക് ജോലി ഉണ്ടടാ, കൂലി ഉണ്ടടാ, നിനക്ക് തലക്ക് വെളുവെങ്കിലും ഉണ്ടടാ, നിനക്ക് പൊറപ്പിക്കടാ. നിന്നെ അച്ഛന് ജോലിയും കൂലിയും ഉണ്ടായിട്ടാണ് അമ്മേനെ കല്യാണം കഴിച്ചത്. പ്രേമിച്ചിട്ടുണ്ടേ നീലു? ആണോ അങ്കിളെ? എന്നിട്ടാണ് ഇത്ര 5 ഡയലോഗൊക്കെ പറയുന്നേ? അതിന്റെ പേരെന്താ? ഗംഗ. നിന്റെ അച്ഛൻ ആര്, അമ്മ ആര്, സഹോദരൻ ആര്, ബന്ധുക്കാര്, നീ ആര്? അമ്മേന്റെ അച്ഛൻ. ആരും നിന്റെ അമ്മ? അയ്യോ അമ്മയുടെ കാര്യം ഞാൻ പിന്നെ പറയാം. അത് ഞാൻ എന്റെ അച്ഛന്റെ കാര്യം. നിന്റെ അമ്മയുടെ കാര്യമല്ലേ ഇവിടെ ചോദിച്ചത്? എന്റെ ഭാര്യ നീ കാര്യം എന്തിനാ അമ്മയെ വിളിച്ചത്? അത് ഞാൻ പിന്നെ പറയാം. അത് ഞാൻ എന്റെ അച്ഛന്റെ കാര്യം. നിർത്ത. നിന്റെ കുടുംബ പുരാണം ഒന്നും ഇവിടെ കേൾക്കണ്ട. എന്റെ ദൈവമേ, ഞാൻ ഇനി അങ്ങേരോട് എന്തോ പറയൂ എന്തോ. എടി പൊന്നുമോളെ, നീ അച്ഛനെ ഒന്ന് വിളിക്കടി. ഒന്നും മിണ്ടായി അമ്മ. ഞാൻ എന്റെ അച്ഛനടുത്ത് എങ്ങനെ പറയും? എന്റെ അച്ഛനടുത്ത് അല്ല, ഞാൻ എല്ലാവർക്കും മറുപടി കൊടുത്തോളാം, പോരെ? നീ മറുപടി കൊടുക്കൂടാ, നീ മറുപടി കൊടുക്കും. നീ ഒന്ന് ഓർത്തോ, എന്റെയോ നീലുവിന്റെ പേരുള്ള 1 സെന്റ് സ്ഥലം പോലും നിനക്ക് ഞാൻ തരൂല. അതിന് നിങ്ങളുടെ പേര് വസ്തുവൊന്നും ഇല്ലല്ലോ. നീലു രാഘവമോഹൻ തന്നെ 80 സെന്റ് ഉണ്ടാ നമ്മുടെ 2 പേരില് 80 സെന്റ് ഉണ്ട്. അത് കേസ് പറഞ്ഞു മേടിച്ചോളാം. കേസ് പറഞ്ഞ് വാങ്ങിക്കോളാം. എന്റെ മുന്നിൽ വെച്ച് എന്റെ ഭർത്താവിനെ തല്ലാൻ പറ്റത്തില്ല. ഞാൻ അപ്പുറത്തോട്ട് മാറി തരാം. അങ്ങൾ എന്തുവാണെന്ന് വെച്ചായിക്കോ. ഞാൻ ബെഡ്റൂമിലോട്ട് വാ, നീ കിച്ചണിലോട്ട് വെക്കും. ശരിടാ. എടി നീലു, അവള് ഭർത്താവിനെ വിളിച്ചു കേട്ടോ. എടാന്ന് എവിടെ പോന്ന്? എന്റെ അടുക്ക എനിക്ക് കയറാൻ പറ്റത്തില്ല. വന്നുടനെ ബലപ്രയോഗം വേണോ? എന്താ? ഇനി മുതൽ ഞാനും വാടക ഇടും. പിന്നെ കിച്ചന്റെ കാര്യം നമുക്ക് പിന്നെ പരിഹരിക്കാം, പോരെ? പോലീസ് എപ്പോ വരൂടെ? അതെപ്പോണേയും വരാം. യവൻ കാരണം വല്ലവന്റെ അടിപൊളി ഞാൻ ചാവും. ഉറപ്പാണ്, ഉറപ്പ്. ഞാൻ തീരും.